സ്വർണത്തോടുള്ള വല്ലാത്ത ആർത്തി ഈ ദുരിത കമ്മ്യൂണിസ്റ്റുകാർ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. മുകൾ തട്ടിലുള്ളവർക്ക് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കാനാണ് ഇഷ്ടമെങ്കിൽ താഴത്തെ സഖാക്കൾക്ക് അതിനുള്ള ശേമുഷിയില്ലാത്തതിനാൽ അവർ പെണ്ണുങ്ങളുടെ സ്വർണം പിടിച്ചു പറിക്കുന്നു. CPM-ന്റെ പാർട്ടി കോട്ടകളിൽ ഒന്നായ കൂത്തുപറമ്പ് നഗരസഭയിലെ 4-ാം വാർഡിലെ പ്രതിനിധി, CPM-ന്റെ കൂത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗം PP രജേഷ് എന്നാണ് പേര്. ടിയാൻ വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. നാട്ടിലെ ജനപ്രിയനായ സാമൂഹ്യ പ്രവർത്തകനാണ്. കൂടെ സോഷ്യൽ മീഡിയയിൽ സമത്വത്തിന് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും ബഹളം വയ്ക്കുന്ന ആളാണ്. അയാളാണ് ഒരു സ്കൂട്ടറിൽ കറുത്ത പാന്റും ഉടുപ്പും ധരിച്ച് മുഖം മറച്ച് സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ച് വീട്ടുമുറ്റത്ത് മീൻ വെട്ടിക്കൊണ്ടിരുന്ന ഒരു അമ്മയുടെ കഴുത്തിലെ മാല പറിച്ചുകൊണ്ട് ഓടിയത്. ആ മാലയുടെ അല്പം ഭാഗം ആ അമ്മയുടെ കയ്യിലിരുന്നത് തെളിവായി മാറി. ബഹളം വെച്ച അമ്മയെ സഹായിക്കാൻ നാട്ടിലെ സഖാക്കൾ തന്നെ എത്തി. പോലീസ് CCTV ദൃശ്യങ്ങൾ വെച്ച് പരിശോധിച്ച് പ്രതിയെ കണ്ടുപിടിക്കാൻ ഇറങ്ങി. പ്രതിയെ കണ്ടുപിടിക്കാൻ വേണ്ടി മുൻകൈയെടുക്കാൻ പോലീസിനെ സഹായിച്ച് മുൻപിൽ നിന്നത് മാല പറിച്ചുകൊണ്ടുപോയി സഖാവ് തന്നെയായിരുന്നു. ഒടുവിൽ CCTV ദൃശ്യങ്ങളും സൂചനകളും മൊബൈൽ ടവർ ലൊക്കേഷനും ഒക്കെ പരിശോധിച്ച് പോലീസിനെ ഇവൻ തന്നെയല്ലേ അവൻ എന്ന് തോന്നലുണ്ടായപ്പോൾ മുങ്ങാനുള്ള തത്രപ്പാടിലായിരുന്നു. ആ അന്വേഷണ സംഘത്തെ നയിച്ച ഉദ്യോഗസ്ഥൻ ഒരു അടിമക്കണ്ണി അല്ലാതിരുന്നതുകൊണ്ട് പോലീസ് അയാളെ പിടികൂടി. നോക്കൂ, CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം, കൂത്തുപറമ്പ് നഗരസഭയിലെ അംഗം രാജേഷ് എന്ന് പറയുന്ന സഖാവ് ഒരു വീട്ടമ്മയുടെ മാല മോഷ്ടിച്ച കേസിലെ പ്രതിയായിരിക്കുന്നു. ചിന്തിച്ചു നോക്കുക. ജീവിക്കാൻ തീരെ നിവൃത്തിയില്ല എന്ന് കരുതുക, കഴിക്കാൻ ഭക്ഷണമില്ല എന്ന് കരുതുക. എങ്കിൽ പോലും ഒരാളുടെ 1 രൂപ മോഷ്ടിക്കാൻ നമുക്കാർക്കെങ്കിലും കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ അയാൾ ക്രിമിനലാണ്. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മരിക്കുന്ന മനുഷ്യരുണ്ട്. അവർ ഒരിക്കലും മോഷണം നടത്തില്ല. അത് ചെയ്യാൻ മനസ്സുണ്ടാവണമെങ്കിൽ എന്ത് സാഹചര്യത്തിലാണെങ്കിലും എന്തൊരു ക്രിമിനൽ ബുദ്ധിക്കാരനായിരിക്കണം ഈ സഖാവ്. അയാൾ എങ്ങനെയാണ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയിൽ എത്തിയത്? അയാൾ എങ്ങനെയാണ് നഗരസഭയിലെത്തിയത്?